പൊതു ഹോസ്റ്റൽ സൗകര്യങ്ങളും സ്കോളർഷിപ്പുകളും. സാർ, താമസ സൗകര്യമില്ലാത്തതിനാൽ ഒരു വിദ്യാർത്ഥിക്ക് ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത് എന്ന ലക്ഷ്യത്തോടുകൂടി പൊതു ഹോസ്റ്റൽ പദ്ധതി ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇത് നടപ്പിലാക്കുന്നത്. പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിവിധ ഫെലോഷിപ്പുകൾ ഒക്കെ ഉൾപ്പെടുത്തുന്നതിനകത്ത് സർവകലാശാലയിലും ഉന്നത വിദ്യാഭ്യാസത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ സമയ PhD ഗവേഷകർക്ക് മറ്റ് ഫെലോഷിപ്പുകൾ കിട്ടാത്തവർക്ക് പ്രതിമാസം 15,000 രൂപ നിരക്കിൽ ഫെലോഷിപ്പ് നൽകും. ഇതൊരു പുതിയ പദ്ധതിയാണ്. ഇത് ഗവേഷണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ പദ്ധതിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് പദ്ധതിക്കായിട്ട് 38.76 കോടി രൂപ വകയിരുത്തുന്നു. സാങ്കേതിക വിദ്യാഭ്യാസവും ഗവേഷണവും 295 കോടി ഈ മേഖലയ്ക്കായി മാറ്റിവെക്കുന്നു. IHRDക്കായി 40 കോടിയും ട്രസ്റ്റ് പാർക്കിനായി 4 കോടിയും LBSന് 9.58 കോടി രൂപയും സർക്കാർ പോളിടെക്നിക്കുകൾക്ക് 49 കോടി രൂപയും ടെക്നിക്കൽ ഹൈസ്കൂളുകൾക്ക് 11.5 കോടി രൂപയും മാറ്റിവെക്കുന്നു. സാർ, ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ റിപ്പോർട്ടുകൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 10 മികവിൻ്റെ കേന്ദ്രങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ്. ഇവയിൽ 5 സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പ്രസ്തുത പ്രവർത്തനങ്ങൾക്കായി 12 കോടി വകയിരുത്തുന്നു. സർവകലാശാലയിലെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാനുള്ള ഡിജിറ്റൽ മാനേജ്മെൻറ്റ് സംവിധാനം എല്ലാ സർവകലാശാലയിലും വ്യാപിപ്പിക്കുന്നതിനായി 2 കോടി രൂപ കെയറീപ്പ് എന്ന പദ്ധതിക്കായിട്ട് വകയിരുത്തുന്നു. സാർ, ശാസ്ത്രം കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 30.70 കോടി രൂപ വകയിരുത്തുന്നു. ഞാൻ ആ സ്ഥലങ്ങളെല്ലാം വായിക്കുന്നില്ല. സർക്കാർ നിയമപഠന കോളേജുകൾക്ക് പ്രവർത്തനങ്ങൾക്കായി 16.7 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് 22 കോടി രൂപ മാറ്റിവെക്കുന്നു. അസാപ്പിന് 35.3 കോടി രൂപ മാറ്റിവെക്കുന്നു. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 11.5 കോടി രൂപ മാറ്റിവെക്കുന്നു. PG സംസ്കൃതി കേന്ദ്രത്തിന് 2 കോടി രൂപ വകയിരുത്തുന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് മറ്റ് ഭൗതിക മാനവ വികസന പരിപാടികൾക്ക് പദ്ധതിയായിട്ട് 104 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കലയും സംസ്കാരവും. സാംസ്കാരിക കാര്യ വകുപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ കലയും സാംസ്കാരിക പൈതൃകവും വളർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ശ്രദ്ധേയമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. കലാ സാംസ്കാരിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതത്തിൽ 30% വർധനവ് വരുത്തുന്നു. ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകുന്നതിനായി 13 കോടി രൂപ വകയിരുത്തുന്നു. സാംസ്കാരിക കേരളം സ്മൃതി മന്ദിരം. സാർ, കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക മേഖലകളിൽ സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ അന്തരിച്ച പ്രശസ്ത കലാകാരന്മാരുടെ സ്മരണയ്ക്കായി അത്യാധുനിക സ്മാരക മ്യൂസിയമായും സാംസ്കാരിക സ്മൃതി മന്ദിരം സ്ഥാപിക്കും. വെറുമൊരു സ്മാരകത്തിനപ്പുറം കേരളത്തിൻ്റെ കലാപരമായ പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സജീവമായ ഒരു സാംസ്കാരിക സ്ഥാപനമായിട്ടായിരിക്കും ഈ മ്യൂസിയം പ്രവർത്തിക്കുക. ഈ സ്ഥാപനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. പെരളശ്ശേരി സാംസ്കാരിക ഇടനാഴി. സാർ, തിരുവനന്തപുരത്തെ മാനവീയ മാതൃകയിൽ പെരളശ്ശേരിയിൽ ഒരു സ്ഥിരം ജീവിത സാംസ്കാരിക ഇടനാഴി സ്ഥാപിക്കും. തെയ്യം മുതൽ ഫോക്ലോർ കലാരൂപങ്ങൾ എന്നിവയ്ക്കുള്ള ഓപ്പൺ എയർ സ്റ്റേജ്, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്കുള്ള മാർക്കറ്റുകൾ, ലിറ്റററി കോർണർ എന്നിവയുണ്ടാവും. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, MD മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രം. MD മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. MDയുടെ മലയാള ഭാഷയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും കേന്ദ്രീകരിക്കുകയും MD വാസുദേവൻ നായരുടെ സാഹിത്യ സംഭാവനകളിലേക്കും പ്രവർത്തനത്തിലേക്കും വെളിച്ചം വീശുകയും ചെയ്യുന്നതായിരിക്കും ഈ പദ്ധതി. ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിന് വേണ്ടി നേരത്തെ വെച്ച പണം കൂടാതെ 1.5 കോടി രൂപ കൂടി ഈ വർഷം വകയിരുത്തുന്നു. സാർ, സൗത്ത് സോൺ കൾച്ചറൽ സെൻറ്റർ പിണറായി ഒരു ബഹുമുഖ സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് സൗത്ത് കോൺ കൾച്ചറൽ സെൻറ്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രാദേശികമായ കലകളെയും കരകൗശല വിദ്യകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം കലാപ്രകടനങ്ങൾക്കും പരിശീലനങ്ങൾക്കും ശില്പശാലകൾക്കും കലാകാരന്മാർ തമ്മിലുള്ള സംവാദങ്ങൾക്കുമായി പ്രത്യേക ഇടങ്ങൾ ഒരുക്കി സാംസ്കാരിക വിനിമയം സുഗമമാക്കുകയാണ് ഈ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്കായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. ജില്ലാതല പുരാവസ്തു പൈതൃക മ്യൂസിയം പദ്ധതിക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന പുരാരേഖ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. AKG മ്യൂസിയത്തിൽ പ്രദർശന വസ്തുക്കൾ ഒരുക്കുന്നതിനും ലാൻഡ്സ്കേപ്പിങ്ങിനും വാർഷിക പരിപാലനത്തിനുമായി 4.5 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂരിലെ തളിപ്പറമ്പിൽ മൃഗശാല സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷം 4 കോടി രൂപ കൂടി വകയിരുത്തുന്നു. കൊല്ലത്തെ ഹിസ്റ്ററി ആൻഡ് മാരിടൈം മ്യൂസിയത്തിന് 3 കോടി രൂപ വകയിരുത്തുന്നു. അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് 1.5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 24 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ സംവിധായകർക്ക് ഫീച്ചർ ഫിലിമുകളുടെ നിർമ്മാണത്തിന് സഹായം നൽകുന്നതിന് 7 കോടി രൂപ വിഹിതം 7 കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു. കേരള സംഗീത നാടക അക്കാദമിക്ക് 13 കോടി രൂപ. സർ, ഇസ്ലാമിക പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ പേരിൽ ഒരു ചരിത്ര ഗവേഷണത്തിനായിട്ടുള്ളൊരു സെൻറ്റർ പൊന്നാനിയിൽ സ്ഥാപിക്കുന്നതിനായിട്ട് 3 കോടി രൂപ വകയിരുത്തുന്നു. കേരള ലളിതകലാ അക്കാദമിക്ക് 7.5 കോടി രൂപ. കേരള നടൻ കലാ അക്കാദമിക്ക് 5 കോടി രൂപ. ചലച്ചിത്ര അക്കാദമിക്ക് 16 കോടി രൂപ. കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 27.5 കോടി രൂപ.
ഇങ്ങനെ പണം വകയിരുത്തുന്നു. സർ, ഉത്കൃഷ്ടരായ കലാസാഹിത്യ വ്യക്തികളുടെ സ്മാരകങ്ങൾക്കുള്ള സഹായമായി 5 കോടി രൂപ വകയിരുത്തുന്നു. മഴമിഴി പദ്ധതിക്ക് 2 കോടി രൂപയും കലാകാരന്മാർക്കുള്ള ഉപജീവനം റൂറൽ ആർട്ട് ഹബ്ബുകൾക്കായിട്ട് 5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, കായംകുളത്ത് തോപ്പിൽ ബാസി, തൃശ്ശൂരിൽ PJ ആൻ്റണി, കണ്ണൂരിൽ KT മുഹമ്മദ് എന്നീ നാടക ഇതിഹാസങ്ങളെ ആദരിക്കാൻ കോഴിക്കോട് സ്ഥിരം നാടക ഇതിഹാസങ്ങളെ കോഴിക്കോടാണ്, അത് കറക്ഷനുണ്ട്. KT മുഹമ്മദ് എന്നീ നാടക ഇതിഹാസങ്ങളെ ആദരിക്കാൻ സ്ഥിരം നാടക തിയേറ്ററുകൾ നിർമ്മിക്കുവാൻ നാടകഗ്രഹം എന്ന പുതിയ പദ്ധതിക്കായി 2.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, മ്യൂസിയം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ല് പിന്നിട്ടുകൊണ്ടാണ് കണ്ണൂരിലെ കൈത്തറി മ്യൂസിയം, തെയ്യം മ്യൂസിയം, വയനാട് ഹെറിറ്റേജ് മ്യൂസിയം എന്നീ പുതിയ മ്യൂസിയം പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാക്കി അവ പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി തുറന്നു കൊടുത്തിട്ടുണ്ട്. മ്യൂസിയം ആൻഡ് മൃഗശാല വകുപ്പ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് 36.2 കോടി രൂപ വകയിരുത്തുന്നു. മാറിവേനസ് മ്യൂസിയത്തിന് 1.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, പുരാരേഖ പഠന ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ സംസ്ഥാന പുരാരേഖ വകുപ്പ് കേരള സർവകലാശാലയുമായി സഹകരിച്ച് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഒരു അന്താരാഷ്ട്ര പുരാരേഖ പൈതൃക കേന്ദ്രവും അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രവും സ്ഥാപനവും സജ്ജമാക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗവേഷണ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ ആധുനിക സ്ഥാപനം പുരാരേഖ പഠന മേഖലയിലെ ആശയവിനിമയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായികവും യുവജനക്ഷേമവും. ഈ സർക്കാർ ഉയർന്ന മുൻഗണന നൽകി വരുന്ന മേഖലകളിൽ ഒന്നാണ് കായികവും യുവജനകാര്യവും. കായിക യുവജനകാര്യ വകുപ്പിൻ്റെ പദ്ധതി വിഹിതത്തിൽ സർ 51.90% വർധനവ് വരുത്തിക്കൊണ്ട് 220.86 കോടി രൂപ വകയിരുത്തുന്നു. കായിക അടിസ്ഥാന സൗകര്യ വികസനം. പുതിയ കായിക സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ള മികച്ച രീതിയിൽ നിലനിർത്തുന്നതിനായി 30.5 കോടി രൂപ വകയിരുത്തുന്നു. ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം എന്ന പദ്ധതി തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 28 വിഹിതം വർദ്ധിപ്പിച്ച് 28 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 2036 ഒളിമ്പിക്സ് ഗെയിംസിൽ പങ്കെടുക്കാൻ അത്ലറ്റുകളെ സജ്ജമാക്കുക എന്ന ദീർഘകാല ദർശനത്തോടെ കോളേജ് തലത്തിൽ യുവ കായിക പ്രതിഭകളെ കണ്ടെത്തി പരിപോഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതിയ സംരംഭമാണ് കോളേജ് സ്പോർട്സ് ലീഗ്. മത്സര കായിക ഇനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് അർത്ഥവത്തായ ജീവിതാനുഭവങ്ങൾ നൽകുക എന്നാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. ശാസ്ത്രീയ അത്ലറ്റുകൾ പിന്തുണയും ആധുനിക വൈദ്യസഹായവും നൽകുന്നതിനായി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സ്പോർട്സ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിക്ക് 6.9 കോടി രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷിക്കാർക്കുള്ള കായിക പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർ പാരാ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്നതിനായി പുതിയ പദ്ധതി ആരംഭിക്കും. ഇതിനായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരത്തെ GV ജയരാജ സ്പോർട്സ് സ്കൂളിന് 17 കോടി രൂപയും കണ്ണൂർ സ്കൂളിനും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനും 17 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കുന്നംകുളത്തെ സ്പോർട്സ് സ്കൂളിൻ്റെ സൗകര്യത്തിനായിട്ട് 7.5 കോടി രൂപ വകയിരുത്തുന്നു. ജില്ലാ കോളേജ് സ്കൂൾ തലങ്ങളിലുള്ള കായിക അക്കാദമികളുടെ സ്ഥാപനത്തിനും ചെലവുകൾക്കായിട്ട് 17 കോടി രൂപ വകയിരുത്തുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ സഹകരിച്ച് താഴെത്തട്ടിൽ കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് 12 കോടി രൂപ വകയിരുത്തുന്നു. സർ, തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിലെ കായിക സൗകര്യങ്ങൾ ഒരു റെസിഡൻഷ്യൽ സ്പോർട്സ് അക്കാദമിയായി ഉയർത്താൻ ഉദ്ദേശിക്കുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കണ്ണൂരിലെ ഇൻ്റർനാഷണൽ സ്പോർട്സ് ഹബ്ബ്. ഉന്നത നിലവാരമുള്ള സ്പോർട്സ് സൗകര്യങ്ങളും ഉയർന്ന വരുമാനമുള്ള വാണിജ്യ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളും സംയോജിച്ചുകൊണ്ട് സ്വയം സുസ്ഥിര പരിസ്ഥിതിയിൽ പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ഫിഫ നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയവും FIH നിലവാരമുള്ള ഹോക്കി അരീനയും ഒരു ഷോപ്പിംഗ് മാളും 4 സ്റ്റാർ ഹോട്ടലും ഇതിൽ ഉൾപ്പെടും. 4 സ്റ്റാർ ഹോട്ടലും ഇതിൽ ഉൾപ്പെടും. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകാ പദ്ധതിക്കായിട്ട് പരിശോധിക്കുന്നതാണ്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഫണ്ട് രൂപീകരിക്കുന്നതിന് വേണ്ടി കേരള സ്പോർട്സ് കമ്മീഷൻ ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ നിന്നും മറ്റ് വിവിധ മാർഗ്ഗങ്ങളിൽ നിന്നും പ്രസ്തുത ഫണ്ടിലേക്ക് സംഭാവനകൾ സ്വരൂപിക്കാൻ ലക്ഷ്യമിടുന്നു. PP മോഡലിൽ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് പ്രൊജക്ട് മോഡലിൽ വിവിധ കായിക വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഫണ്ടിനായി 15 കോടി രൂപ വകയിരുത്തുന്നു.